കസ്റ്റഡി മരണം, ലോക്കപ്പ് മർദ്ദനം, ലൈംഗികാരോപണം, ഗുണ്ടായിസം മുതൽ മാങ്ങാമോഷണം വരെ സമീപകാലത്ത് കേരള പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ സംഭവങ്ങൾ നിരവധിയാണ്. ഏറ്റവും ഒടുവിലത്തേതാണ് തൃപ്പൂണിത്തുറയിലെ കസ്റ്റഡി മരണം. എന്നാൽ പോലീസ് തന്നെ പ്രതികളാകുന്ന കേസുകൾ അവർ തന്നെ അന്വേഷിച്ചാൽ ഇരയ്ക്ക് നീതി കിട്ടുമോ? മുൻകാല അനുഭവങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. തൃപ്പൂണിത്തുറയിലെ മനോഹരന്റെ മരണം ഹൃദയസ്തംഭനം മൂലമാണെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നതായി കുടുംബം ആരോപിക്കുന്നു. പിന്നെ പേടിക്കാതിരിക്കും. അപ്പൊ തന്നെ പേടിച്ചില്ലേ? അങ്ങനെ ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം അവന് ഉണ്ടായിട്ടില്ല. ഒന്നും അങ്ങനെ അനുഭവിക്കുന്ന കാര്യം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. പോലീസ് മർദ്ദിച്ചതാണ് മകന്റെ മരണത്തിന് കാരണം. മനോഹരന്റെ വേർപാടോടെ കുടുംബം അനാഥമായെന്നും അമ്മ പറയുന്നു. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു മനോഹരനെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മരണത്തിന് പോലീസ് മർദ്ദനം തന്നെയാണ് കാരണം. മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമായിട്ടും മനോഹരനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ദുരൂഹമാണെന്നും സത്യം പുറത്തു വരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. പുള്ളി വണ്ടി നിർത്താൻ പറഞ്ഞതിന് ഒരു സ്വല്പം വണ്ടി മുമ്പിലോട്ട് നിർത്തി എന്ന് പറഞ്ഞ ആ ഒരു അലിശം കൊണ്ട് പുള്ളിയെ മർദ്ദിച്ചു. ആ മർദ്ദിച്ചത് കാരണം കൊണ്ട് പുള്ളി അങ്ങനെ ഒരു ഹെൽമെറ്റ് ഊരുമ്പോഴും അങ്ങനെ ഒരു അടി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൊന്നും അല്ല. പോലീസ് കൈ കാണിച്ചു നിർത്തി. എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി ഹെൽമെറ്റ് ഊരുന്തോറും അടിയാണ് കിട്ടുന്നത്. ആ സമയത്ത് തന്നെ ബ്രത്ത് അനലൈസർ യൂസ് ചെയ്ത് പുള്ളി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു. മദ്യപിച്ചിട്ടില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പായി എന്ന് പറയുകയും ചെയ്തു. വണ്ടി ഓടിച്ചു വന്ന ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ സംഭവിച്ചാണത്. SIയെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ തൃപ്തരല്ലെന്നും സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മനോഹരന്റെ മരണകാരണം ഹൃദയാഘാതമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിടിവള്ളിയാക്കാനുള്ള പോലീസ് നീക്കത്തിനിടെയാണ് SIക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നത്. SI ജിമ്മി ജോസിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് മനോഹരന്റെ ബന്ധുക്കളുടെ നിലപാട്. ഇതിനിടെ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവ സമയത്തുണ്ടായിരുന്ന പോലീസുകാരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ന്യൂസ് 18 കൊച്ചി.